ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ടു പിക്ക് സ്റ്റോക്സ് ഇൻ 10 മിനിറ്റ്സ് എന്നതാണ്. ഐ നോ എല്ലാവർക്കും സ്റ്റോക്സ് എന്തിന് വാങ്ങിക്കണം എന്നൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു പിക്ക് സ്റ്റോക്സ് എന്നൊരു വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നത്. സോ അത് തന്നെയാണ് ഇത്. ഈ വീഡിയോയിൽ കുറേ അധികം ഞാൻ എൻ്റെ ലാപ്ടോപ്പിലെ സ്ക്രീനായിരിക്കും ഞാൻ കാണിച്ചു തരുന്നത്, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ക്ലിയർ ഐഡിയ എങ്ങനെയാണ് സ്റ്റോക്സ് പിക്ക് ചെയ്യേണ്ടത് എന്നതൊക്കെ. സോ ലെറ്റ് us ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത് screener.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സ്റ്റോക്സിൻ്റെ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us ഗോ ടു screener.in. ഇനി screener.in പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെക്ടർ സെലക്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ആർ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു. സോ നമുക്ക് നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ന്യൂസ്, നാഷണൽ ബഡ്ജറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെക്ടർ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ സെക്ടർ സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഫെമിലിയാരിറ്റി ഉള്ള ഇൻഡസ്ട്രീനൊക്കെ വെച്ചിട്ടാണ്. സോ മേജർലി ദാറ്റ് ഇൻക്ലൂഡ്സ് FMCG, IT സെക്ടർ, ഇതൊക്കെ. കാരണം ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ വരുമ്പോഴും ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിട്ട് അത് വായിച്ചെടുക്കാറുണ്ട്. സോ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് വിച്ച് industries, which companies are going to do well in future. ഇനി നമ്മൾ ചെയ്യുന്നത് ഫിൽട്ടർ സെലക്ട് ചെയ്യുക ലാർജ് ക്യാപ് എന്ന് വെച്ചിട്ട്. സോ ദീസ് കമ്പനീസ് എന്ന് പറയുന്നത് വലിയ കമ്പനീസ് ആണ്, ഇവരുടെ സ്റ്റോക്ക് വാല്യൂസ് കൂടുതലാണ് ആൻഡ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസ് ആണ്. സോ ജനറലി നമ്മൾ ലാർജ് ക്യാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ദേ ആർ മച്ച് സേഫർ ടു ഇൻവെസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ ഫിൽട്ടർ സെലക്ട് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE എന്നതാണ്. ഞാൻ ടെക്നിക്കൽ ഡെഫിനിഷൻസിലൊന്നും പോകുന്നില്ല. ബേസിക്കലി ഈ ROE എന്ന് പറയുന്നത് നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടും എന്നതാണ്. സോ ഐ പ്രിഫർ ഇറ്റ് ടു ബി മിനിമം 20%. ഇനി അടുത്ത ഫിൽട്ടർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇതിൽ കമ്പനി എത്ര ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ അവർക്ക് എത്ര റിട്ടേൺസ് കിട്ടി എന്നതാണ് ഷോ ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു 20% ഓഫ് മിനിമം ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ഒരു 100 രൂപ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് 120 റിട്ടേൺ കിട്ടും എന്ന രീതിക്കായിട്ടുള്ള കമ്പനീസാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി മറ്റേ ഫിൽട്ടർ ഞാൻ ഇടുന്നത് ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ എന്നത്. ഈ ഫിൽട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നത് റവന്യൂ ഗ്രോത്ത് എന്നതാണ്. സോ ഇതിൽ ഞാൻ ഫിൽട്ടർ ചെയ്യുന്നത് 5 ഇയേഴ്സ് ഹിസ്റ്റോറിക്കലി നമുക്ക് റവന്യൂ ഗ്രോത്ത് കിട്ടിയിട്ടുള്ള കമ്പനീസിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഐ പ്രിഫർ ഇറ്റ് ടു ബി മോർ ദാൻ 10%. സോ ഇന്ന രീതിയിൽ 5-6 ഫിൽട്ടേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോക്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ വേറെ ബേസിക് ആയിട്ടുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള ഇവാലുവേഷൻസ് ഒന്നും ഞാൻ ഇതിൽ ചെയ്യണില്ല. കാരണം ഞാൻ അത്രയ്ക്കും അധികം എന്താ പറയുക, ഈ ഒരു ഫീൽഡിൽ നിന്ന് എക്സ്പേർട്ട് അല്ല, ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ എനിക്ക് ഈ ഫിൽട്ടേഴ്സ് ഇറ്റ് വർക്ക്സ് ഫോർ മീ. ഇത് ഞാൻ ചെയ്തിട്ട് ഇതിൽ കിട്ടുന്ന റിസൾട്ടിൽ വെച്ചിട്ട് എനിക്കൊരു വൈബ് കിട്ടുന്ന കമ്പനീസിലെ സ്റ്റോക്സ് ആണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. സോ എൻ്റെ എപ്പോഴും പോർട്ട്ഫോളിയോയിലോ അറ്റ് എനി ഗിവൺ പോയിന്റ് ഇൻ ടൈം 8 to 10 സ്റ്റോക്സ് എപ്പോഴും ഉണ്ടാവും. അതിനേക്കാളും കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് റിയലി ഡിഫിക്കൽട്ട് ടു ട്രാക്ക് വാട്ട് ഓൾ കൈൻഡ് ഓഫ് സ്റ്റോക്ക് മൂവ്മെന്റ്സ് കാണാനും അതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് ഓഫ് നൗ ഫോർ മീ. സോ നിങ്ങളും എൻ്റെ പോലെ ഒരു ബിഗിനർ ആണെങ്കിൽ ദീസ് ഫിൽട്ടേഴ്സ് ആർ ഗോയിങ് ടു ഹെൽപ്പ് യു സെലക്ട് ദ ബെസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് ആൻഡ് ഇൻവെസ്റ്റ്. സോ അറ്റ് എനി ഗിവൻ പോയിന്റ് 8 സ്റ്റോക്സിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് ആ റിസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് യു വോണ്ട് ടു ഹാവ് ബെറ്റർ റിട്ടേൺസ്, ഒരു 8 to 10 സ്റ്റോക്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുന്നത് ഇസ് എ ഗുഡ് ഐഡിയ. ഇനി എനിക്കൊരു സജഷൻ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ടാണ് നമുക്ക് നല്ല കമ്പനീസ് ഷോ ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ അറ്റ് ദി മൊമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനീസ് ഉണ്ടാവാം. അത് ഇപ്പോൾ റീസെൻറ്റ് 5 ഇയേഴ്സിൽ അവരുടെ പെർഫോമൻസ് നല്ലതായിരിക്കില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇറ്റ് മൈറ്റ് പെർഫോം റിയലി വെൽ. അപ്പോൾ ആ കമ്പനീസ് ഒന്നും ഷോ ചെയ്യില്ല. സോ ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾക്ക് പക്ഷേ ആ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഡു ഇറ്റ്. നൗ ലെറ്റ് us ഗെറ്റ് ഇൻ ടു ഹൗ ടു ആക്ച്വലി ബൈ സ്റ്റോക്സ്. നമ്മൾ സ്റ്റോക്സ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം, വിച്ച് ഈസ് കോൾഡ് ആസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് mstock എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. മിറൈ ആസറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന കമ്പനിയിലെയാണ് mstock ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉള്ളത്. നിങ്ങൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പേര് കേട്ട കമ്പനി മിറൈ ആസറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്.
ഇവരുടെ മ്യൂച്വൽ ഫണ്ട് വളരെ പോപ്പുലർ ആണ്. ഇൻഫാക്ട് ഐ ഹാവ് വൺ ഓഫ് മൈ മ്യൂച്വൽ ഫണ്ട് ഇൻ മിറൈ ആസെറ്റ്. എം സ്റ്റോക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ആസെറ്റ് ക്ലാസ്സസ് ബൈ സെൽ ആൻഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സച്ച് ആസ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇക്വിറ്റീസ്, കറൻസീസ്, ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൽ നമുക്ക് സീറോ ബ്രോക്കറേജ് ആൻഡ് നോ കമ്മീഷൻ മോഡലാണ് ഉള്ളത്. ഒബ്വിയസ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് എം സ്റ്റോക്ക് ചൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ ആൻസർ, എം സ്റ്റോക്ക് ഒരു ഗ്ലോബൽ ടെക്നോളജി ലെഡ് ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം ആണ് ബൈ മിറൈ ആസെറ്റ്. മിറൈ ആസെറ്റ് വൺ ഓഫ് ദ ഏഷ്യാസ് ലാർജസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇവർ മാനേജ് ചെയ്യുന്നത് $600 ബില്യൺ ക്ലയന്റ് ആസെറ്റ്സ് ആണ് വേൾഡ് വൈഡ്. ആൻഡ് ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ₹999 വിച്ച് ഇസ് എക്സ്ക്ലൂസീവ് ഓഫ് GST നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം സീറോ ബ്രോക്കറേജ് കിട്ടും ഓൺ ഓൾ യുവർ ഇൻട്രാഡേ ആൻഡ് FNO ട്രേഡ്സ്. എം സ്റ്റോക്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, ദാറ്റ് ഈസ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വിച്ച് ഇസ് കോൾഡ് എസ് ഇ മാർജിൻ. ഇത് നമ്മുടെ എക്സ്ചേഞ്ച് അപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആണ്. സോ ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് നമ്മുടെ കയ്യിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. 20% ആസ് ലോ ആസ് 20% എമൗണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ബാക്കി എമൗണ്ട് ബ്രോക്കർ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ബ്രോക്കർ എന്ന് പറയുന്നത് എം സ്റ്റോക്ക് ആണ്. ആൻഡ് ചാർജസ് ആർ വെരി ലോ. ഈ ടേബിൾ പ്രകാരമാണ് ചാർജസ് ഉള്ളത്. ഈ ഫെസിലിറ്റീൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഹെൽഡ് ഫോർ എൻ അൺലിമിറ്റഡ് പീരിയഡ്. സോ ഇത് നമുക്ക് ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ഓഫ് റിട്ടേൺസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഈസിലി നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. എം സ്റ്റോക്കിൻ്റെ മോസ്റ്റ് യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് യു ക്യാൻ പ്രീ പ്ലെഡ്ജ് യുവർ ഷെയർസ്. ഇതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും യു ഡോണ്ട് പേ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ മിസ് ഔട്ട് ചെയ്തു ടു പ്ലെഡ്ജ് യുവർ ഷെയർസ് ആഫ്റ്റർ ദി ഓർഡർ ഈസ് എക്സിക്യൂട്ടഡ്. എം സ്റ്റോക്കിലെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സീറോ ബ്രോക്കറേജ് ചാർജസ് ആണ് ആൻഡ് 700+ സ്റ്റോക്സ് അവൈലബിൾ ഉണ്ട് അണ്ടർ ദിസ് ഫെസിലിറ്റി. ആൻഡ് ഒരു വിധത്തിലും ഒരു ഹിഡൻ ചാർജസ് ഇല്ല ഈ ഒരു എം സ്റ്റോക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇൻ എം സ്റ്റോക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. വളരെ ഈസി ആണ് കേട്ടോ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്ത് സ്റ്റോക്കാണ് പിക്ക് ചെയ്യേണ്ടത് ആൻഡ് ദ ക്വാണ്ടിറ്റി വി വോണ്ട് ടു ബൈ. ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എൻ്റർ ചെയ്തതിൻ്റെ എത്ര എമൗണ്ട് ഓഫ് മാർജിൻ ആണ് വരുന്നത് ഇത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും സ്ക്രീനിൽ. അടുത്ത് ചെയ്യേണ്ടത് പ്ലെഡ്ജ് ദ സ്റ്റോക്ക് ആണ്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ആണ് പ്ലേസ് ദി ബൈ ഓർഡർ. 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് കംപ്ലീറ്റ് ആയിരിക്കും. സോ ഫൈനലി നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഡബിൾ ധമാക്കിയാണ് വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് ഇതിൽ സീറോ ബ്രോക്കറേജ് ആണ് അക്രോസ് ദ പ്രൊഡക്ട്സ് ഫോർ ലൈഫ്. ആൻഡ് നമുക്ക് MTF ദാറ്റ് ഈസ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റീസും കിട്ടും എം സ്റ്റോക്കിൽ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യണം, എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യണം ത്രൂ എം സ്റ്റോക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി സ്റ്റോക്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റായിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് കോമെന്റ്സിൽ മെസ്സേജ് ചെയ്യാം. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ്, ബിക്കോസ് ഐ ഓൾസോ സ്റ്റാർട്ടഡ് ആസ് എ ബിഗിനർ, സോ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.